ഹലോ നമസ്കാരം. സ്പൈഡർ നെറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മൾ ഇതുവരെ എത്രയോ സോംബി സിനിമകൾ കണ്ടിട്ടുണ്ടായിരുന്നു. വെറുതെ ഓടി വന്ന് കടിക്കുന്ന സോംബികൾ, അല്ലെങ്കിൽ പതുക്കെ നടന്നു വന്ന് വരുന്ന മണ്ടന്മാരായിട്ടുള്ള സോംബികൾ, ഇതൊക്കെ കണ്ട് കണ്ട് നമ്മൾ മടുത്തിട്ടുണ്ടാവും. എന്നാൽ ഈ സോംബികൾക്ക് നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കുവാനും പരസ്പരം പ്ലാൻ ചെയ്യുവാനും നമ്മളെക്കാൾ ബുദ്ധിപൂർവ്വം തന്ത്രങ്ങൾ മെനയാനും കഴിഞ്ഞാലോ? അതെ, ട്രെയിൻ ടു ബൂസാൻ എന്ന് പറയുന്ന എക്കാലത്തെയും മികച്ച കൊറിയൻ സോംബി ചിത്രത്തിലൂടെ ലോകത്തെ ഞെട്ടിച്ച സംവിധായകൻ യോൺ ഷാങ് ഹോ 10 വർഷത്തെ ആ ഒരു ഇടവേളയ്ക്ക് ശേഷം വന്നിരിക്കുകയാണ്. കോളനി എന്ന് പറയുന്ന കിടുക്കാച്ചൊരു സിനിമയായിട്ട്. ആഗോളതലത്തിൽ പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ ഈ സിനിമയ്ക്ക് ഇത്രയും വലിയ പ്രചാരം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് വലിയൊരു പോസിറ്റീവ് ഘടകം എനിക്ക് തോന്നുന്നത്. ഞാനൊരു ഒരു നിരൂപകൻ എന്നുള്ള നിലയിൽ തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണോ വേണ്ടയോ എന്നതിനെക്കുറിച്ചുള്ള എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയാണ് ഞാനിവിടെ ചെയ്യുന്നത്. താല്പര്യമുള്ളവർ കാണുക, സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർ സപ്പോർട്ട് ചെയ്യുക. എന്താണ് ഈ സിനിമയുടെ കഥ? ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായിട്ടുള്ള സിയോളിലെ ഒരു കൂറ്റൻ ബഹുനില കെട്ടിടം, ആ സമുച്ചയത്തിൽ ഒരു വലിയ ടവർ. ഒരു സാധാരണ ദിവസം ഈ കെട്ടിടത്തിനുള്ളിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു വിനാശകരമായിട്ടുള്ള ഒരു വൈറസ് പടർന്നു പിടിക്കുകയാണ്. വൈറസ് ബാധിച്ചവർ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അതിക്രൂരമായിട്ടുള്ള ഇൻഫെക്റ്റഡ് ജീവികളായിട്ട് മാറുകയാണ്. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഈ കൂറ്റൻ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിപ്പോയ ഒരു കൂട്ടം സാധാരണക്കാരായ മനുഷ്യർ, അവർ എങ്ങനെ അതിജീവിക്കും? ഇതാണ് കഥ. കേൾക്കുമ്പോൾ വളരെ ലളിതമാണ് എന്ന് തോന്നും, പക്ഷേ സംവിധാനം ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ചില ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫ്, ഇൻസ്പിറേഷനും ഐഡിയാസും കീട്ടിലോ എന്ന് വെച്ചാൽ കീട്ടിലം സാധനം. ഈ സിനിമയെ മറ്റു സാധാരണ സോംബി പടങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഈ പാവക്കൂത്ത് പോലുള്ള സോംബി നൃത്തം. നമ്മളൊക്കെ ഒരുപക്ഷെ ഈ വേൾഡ് വാർ ഇസഡ് ഒക്കെ കണ്ടിട്ടുണ്ടാകും. അതിലൊക്കെ സോംബികളെ കാണിക്കാൻ വലിയ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിട്ട് ഈ CGI മൊത്തത്തിൽ ഒഴിവാക്കിയിട്ട് സംവിധായകൻ ചെയ്തിരിക്കുന്ന ആ ഒരു വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള സോംബി ആക്ടേഴ്സിന് കൈയടി കൊടുക്കണം. ആ ഒരു കണ്ടംപററി ഡാൻസ് ഒക്കെ പഠിച്ച പ്രൊഫഷണൽ ഡാൻസേഴ്സിനെയാണ് സോംബികളായിട്ട് അഭിനയിപ്പിച്ചത്. സിനിമയിലെ ഒരു രംഗമുണ്ട്, നിലത്ത് വീണ് കിടക്കുന്ന ആ സോംബി എഴുന്നേൽക്കുന്നത് സാധാരണ നേരെ അങ്ങനെ എഴുന്നേൽക്കുകയല്ല. കൈകാലുകൾ ഒടിഞ്ഞ ഒരു പാവയെപ്പോലെ നട്ടലും തോളും വിചിത്രമായ കോണുകളിലേക്ക് വളച്ചും തിരിച്ചുമൊക്കെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയുന്ന രീതിയിലാണ്, ഒരുപാട് ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകൾ ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് സോംബികൾ മനുഷ്യരാണ് എന്ന് നമ്മൾ ചിന്തിക്കാത്ത വിധത്തിൽ അത്രയും നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് സോംബികളായിട്ട് കുറേ മനുഷ്യർ ഇങ്ങനെ വന്നു പോകുന്നതായിട്ട് കാണുന്നു. കീട്ടിലം സാധനം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവറ്റകൾ ഒരു കോളനി പോലെ, ഒരു ഉറുമ്പ് കൂട്ടം പോലെയാണ് പ്രവർത്തിക്കുന്നത്. മനുഷ്യർ രക്ഷപ്പെടാൻ വാതിലുകളിലേക്ക് ചെല്ലുമ്പോൾ സോംബികൾ വെറുതെ വന്ന് അതിൽ തലയിടിച്ച് നിൽക്കുകയല്ല ചെയ്യുന്നത്. അവ വ്യക്തിയിൽ നന്നായിട്ട് വിചിത്രമായിട്ട് ഓർഗാനിക് പദാർത്ഥങ്ങൾ വഴി പരസ്പരം തന്ത്രങ്ങൾ വിനിമയം ചെയ്യുകയും മനുഷ്യൻ്റെ തന്ത്രങ്ങൾ മാറ്റുമ്പോൾ സോംബികളും വളരെ ബുദ്ധിപരമായിട്ടുള്ള ലെവലിൽ അവരും അപ്പാവുകയാണ് അവരുടെ ബ്രെയിൻ. മൂന്നാമത്തെ ഒരു സാധനം, ഉറുമ്പ് പോലുള്ള ആ ഒരു ക്ലൈമാക്സ് സിനിമയുടെ അവസാന ഘട്ടത്തിൽ നൂറുകണക്കിന് സോംബികൾ ഒന്നിച്ചുകൂടി വലിയൊരു മനുഷ്യമല രൂപീകരിക്കുന്ന രംഗമുണ്ട്. ഉറുമ്പുകളിൽ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് കയറി പാലം നിർമ്മിക്കുന്നത് പോലെ ഒരു റൗണ്ട് പോലെ മനുഷ്യർ ഇരിക്കുന്ന ആ സ്ഥലങ്ങളിലേക്കെല്ലാം പരസ്പരം ചവിട്ടി കയറി വിഷ്വലി അത് ഗംഭീരമായിട്ടുള്ളൊരു കിടിലം സാധനം. ക്ലൈമാക്സിലെ സാധനം കിടിലം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കിടുക്കാച്ചി സാധനം വെച്ചാൽ കിടുക്കാച്ചി സാധനം. ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ കൂടി ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. സിനിമയിലെ കറുത്ത ഷോട്ടുകളും ഇടുങ്ങിയ കോറിഡോറുകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ആക്ഷൻ രംഗങ്ങളിൽ ക്യാമറ തോളിലേക്ക് നടക്കുന്ന ഷേക്കി ക്യാം ആ ഒരു രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കാണികളിലേക്ക് ഒരു നല്ല രീതിക്ക് പരിഭ്രാന്തി ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമ കാണുമ്പോൾ ഒരുപക്ഷെ പ്രശസ്തമായിട്ടുള്ള ചില ഗെയിമുകളൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ക്യാമറയുടെ ചലനങ്ങൾ വരുന്നത്. ചുവരുകളിലെ ആ വിചിത്രമായിട്ടുള്ള ഫയൽ പോലുള്ള ഘടകങ്ങൾ കാണുമ്പോൾ ഇത് ലാസ്റ്റ് ഓഫ് യൂസ് സീരീസ് ഒക്കെ ഓർമ്മ വരും. അടച്ചുപൂട്ടിയ കെട്ടിടത്തിനുള്ളിലെ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷം സ്പാനിഷ് ഹൊറർ പടമായിട്ടുള്ള റൈ എനിക്ക് ഓർമ്മ വരികയാണ്. ആ സിനിമയൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ സിനിമയുടെ നെഗറ്റീവ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ, ഈ സിനിമയിൽ ഒരു മാസ്റ്റർ പീസ് ആണോ എന്ന് ചോദിച്ചാൽ നിർഭാഗ്യവശാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. സിനിമയ്ക്ക് ചില പോരായ്മകൾ ഉള്ളത് വൈകാര്യതയുടെ കുറവാണ്. ആ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമ്മൾ ട്രെയിൻ ടു ബൂസൻ കണ്ടപ്പോൾ അവസാനം കണ്ണുകൾ നിറഞ്ഞിരുന്ന അത് കാരണം അതിലെ കഥാപാത്രങ്ങളോട് നമുക്ക് അത്രയ്ക്കും അടുപ്പം തോന്നിപ്പിക്കുന്നു. എന്നാൽ കോളനിയിൽ തിരക്കഥയുടെ പോരായ്മ കൊണ്ട് കഥാപാത്രങ്ങൾ മരിക്കുമ്പോൾ നമുക്ക് അവരുമായിട്ടൊരു ഇൻറ്റിമേസി ഉണ്ടാകുന്നില്ല. പിന്നെ മറ്റൊന്ന് ലെങ്തി സ്പേസാണ്. 2 മണിക്കൂറിനുള്ളിൽ സിനിമയുടെ രണ്ടാം പകുതി പലയിടത്തും അനാവശ്യമായി വലിച്ചു നീട്ടി ഇഴച്ച് നീങ്ങുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്.
പിന്നെ ഒട്ടും യുക്തിയില്ലാത്ത ചില മാസരംഗങ്ങൾക്ക് വേണ്ടി മാത്രം തോക്കും ചൂണ്ടി കമാൻഡോകൾ സോംബികൾക്കിടയിലേക്ക് പെട്ടെന്ന് കടന്നു വരികയാണ്. നമ്മുടെ നായകൻ ഒരു സാധാരണ സെക്യൂരിറ്റി ഗാർഡാണ്. ഒരു ചെറിയ കത്തി മാത്രം ഉപയോഗിച്ച് 100 കണക്കിന് സോംബികളെ വെട്ടി വീഴ്ത്തുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ കൊറിയൻ സിനിമകളിൽ പതിവ് ആ ഒരു സാധനം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ നൽകുന്ന മാർക്ക് 10ൽ 7 മാർക്കാണ്. ഇതൊരു ഒരു വിപ്ലവകരമായ ഒരു സിനിമ അല്ലെങ്കിലും വെറുതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു കിടിലൻ സർവൈവർ ആക്ഷൻ ചിത്രമാണ്. ആ സോംബികളുടെ ഫിസിക്കലി ആക്ടിങ് തിയേറ്ററിൽ സ്ക്രീനിൽ തന്നെ നമുക്ക് കാണേണ്ട ഒരു നല്ലൊരു അനുഭവം തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ പോൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സിനിമ ആസ്വദിക്കാം. നിങ്ങളിൽ ആരെങ്കിലും ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്